നമസ്കാരം. ബിസിനസ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ക്ലാസ് അറിവും കഴിവും അനുസരിച്ചാണ് പറയുന്നത്. എങ്ങനെ ബിസിനസ് പഠിക്കാൻ കഴിയും നമുക്ക്? പലരും നമ്മുടെ നാട്ടിലെ ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ബിസിനസ് പഠിക്കാൻ ബിസിനസ് സ്കൂളുകളിൽ ആശ്രയിക്കണമെന്നാണ്. ഒരു സ്കൂളിലും പോയി ഒന്നും പഠിക്കേണ്ട. ബിസിനസ് പഠിക്കാൻ പറ്റിയ പ്രായോഗിക പരിജ്ഞാനം നമുക്ക് നമ്മളുടെ നാട്ടിൽ പുറത്തു നിന്ന് കിട്ടും. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന യോഗ്യത എന്തൊക്കെയാണ്? കളവ് പറയാൻ അറിയണം, അഭിനയിക്കണം, തെറ്റായ വിവരങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിച്ചെടുക്കുന്നതാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രം. അങ്ങനെ വെട്ടിപ്പും തട്ടിപ്പും കുതികാല് വെട്ടും പിടിച്ചു പറി ഒക്കെ കൈമുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ബിസിനസ്സും തുടങ്ങാം. അങ്ങനെ തുടങ്ങുന്ന ബിസിനസ്സിൽ ഈ പറഞ്ഞ മസാലകൾ ചേർത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ താമസിയാതെ നിങ്ങൾക്ക് ഒരു ടൈക്കൂണായി വളർന്നു വരാൻ കഴിയും. നമ്മൾ കണ്ടതാണ്, നമ്മളുടെ കേരളത്തിലെ ഒരു മാന്യ വ്യക്തി, ഒരു പയ്യൻ, ചിന്ന പയ്യൻ പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന തട്ടിപ്പും മട്ടിപ്പും കൈമുതലായിരുന്നു. ജനങ്ങളോടോ നാടിനോടോ യാതൊരു പ്രതിപത്തിയും ഇല്ലാതെ നാട്ടുകാരെ പച്ചയ്ക്ക് ഊമ്പിച്ചു തുടങ്ങി. അവൻ വളർന്നു, ഒരുപാടങ്ങ് വളർന്നു. അവസാനം പണ്ടാരമടങ്ങി നാടെ കീഴെ കിടക്കുന്നു. അപ്പൊ ബിസിനസ്സിന് വേണ്ടുന്ന ബിസിനസ് തുടങ്ങുന്നവർക്കുള്ള ആദ്യ പാഠം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും വേണ്ടുന്ന മാർക്കറ്റിംഗ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച്, നാടൻ ഭാഷയിൽ പറയും പായൽ കൊടുത്തെന്ന് പറയും, അങ്ങനെയും പറയാം, ഒക്കെ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് ആ പ്രാരംഭഘട്ടം ഒക്കെ പഠിച്ചെടുക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ബിസിനസ് തുടങ്ങുന്ന ഒരുപാട് ആളുകൾ 3 മാസമോ 6 മാസത്തെ അല്ലെങ്കിൽ 1 വർഷമോ അകം പരാജയപ്പെട്ട് പിന്മാറുന്നതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ യോഗ്യതകളൊന്നും അവർക്കില്ല എന്നുള്ളതാണ്. അത്യാവശ്യം അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക പിൻബലമോ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. വലിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഭാഷയാണ്. അതൊന്നും ഞാൻ പറയാഞ്ഞതാ, നിങ്ങൾക്ക് ചിലപ്പോൾ തട്ടത്തില്ല അതിന്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകാവുന്ന കുതികാലുവെട്ടും പിടിച്ചു പറയും തട്ടിപ്പും വെട്ടിപ്പും ഭീഷണികളും ഇതൊന്നും നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് അവര് ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകുന്നത്. ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകുന്നവരാരും മോശക്കാരായതുകൊണ്ടാണ്, അല്ലെ കഴിവ് കെട്ടവരാണ് എന്ന് നമുക്ക് ധരിക്കാൻ കഴിയില്ല. പക്ഷേ ആദ്യം പറഞ്ഞ യോഗ്യതകൾ ഉണ്ടെങ്കിൽ ഒക്കെ, അതില്ലെങ്കിൽ കഴിവ് കെട്ടവരായിട്ടാണ് നമ്മളുടെ സമൂഹം നമ്മളെ വിലയിരുത്തുന്നത്. എന്നോട് പലരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു സക്സസ് ആയ ബിസിനസ്സുകാരനാണോന്ന്. എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം ഈ പറയുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഉഡായിപ്പ് തന്ത്രങ്ങൾ എനിക്ക് വശമില്ല, അഥവാ ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കാറില്ല. കഴിഞ്ഞ 4-5 വർഷമായിട്ട് എന്റെ പ്രധാന ബിസിനസ് നിങ്ങൾക്കറിയാം സവാള ആയിരുന്നു. ഈ സവാള അഥവാ ഉള്ളി, ഇതിന്റെ വ്യാപാരത്തിൽ നിന്ന് ഞാൻ കണ്ട ഒരുപാട് കാര്യങ്ങള് 4-5 വർഷമായിട്ട്, അതായത് കൊറോണ കാലം മുതൽ ഇങ്ങോട്ട്, അഥവാ നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ട് ബിസിനസ് പൊളിഞ്ഞ് 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 പോവാണ്. അതിനെ പിടിച്ചു നിർത്താൻ കൊറോണ കാലത്തും ഒക്കെ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ ഒരുപാട് വ്യാപാരികൾ ഉടലെടുത്ത് വന്നു, ഉയർന്നു വന്നു. ശരിക്കും അവരെ വ്യാപാരികൾ എന്നല്ല പറയണ്ടേ, കള്ളക്കടത്തുകാരെന്ന് പറയണം. കാര്യം അവർക്ക് ഈ കള്ളക്കടത്ത് നടത്താൻ, മയക്കുമരുന്നുകൾ പ്രത്യേകിച്ചും കള്ളക്കടത്ത് നടത്താൻ ഈ പറയുന്ന പച്ചക്കറികളെയാണ് ആശ്രയിക്കാറ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ട്
സ്പിരിറ്റ് വ്യാപകമായി പ്രചരിക്കുന്ന സമയത്ത് സ്പിരിറ്റ് രാജാക്കന്മാർ മുഴുവൻ സ്പിരിറ്റ് എത്തിച്ചിരുന്നത് പച്ചക്കറി വണ്ടികളിലാണ്. ഇത്തരം പച്ചക്കറി വണ്ടികളിൽ വരുന്ന പച്ചക്കറികൾ വ്യാപകമായി വിൽക്കപ്പെടുന്നത് കായംകുളം മാർക്കറ്റിലായിരുന്നു. അങ്ങനെ പൊതുവെ ഒരു ധാരണയുണ്ടായി കായംകുളം മാർക്കറ്റിൽ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണെന്ന്. ശരിയാണ്. ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് വരുന്ന സാധനങ്ങള് കിട്ടുന്ന വിലയ്ക്ക് കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. കാര്യം അവരുടെ പ്രധാന ബിസിനസ് മയക്കുമരുന്നാണ്. അങ്ങനെ ഈ കൊറോണ കാലം മുതൽ, നോട്ട് നിരോധന കാലം മുതൽ ഇങ്ങോട്ട് ഒരുപാട് ചെറുപ്പക്കാര് ഈ സവാള വ്യാപാരത്തിലേക്ക് കടന്നു വരികയും പ്രത്യക്ഷമായ അവരുടെ ബിസിനസ് മയക്കുമരുന്നുകളാണെന്നും ഞാൻ അക്കാലത്ത് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ചില കടുംപെട്ടികളെയൊക്കെ ഞാൻ ബന്ധപ്പെട്ടവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ രക്ഷപ്പെട്ട്, ചിലരൊക്കെ ഇന്നും അനുഭവിക്കുന്നു. മറ്റു ചിലര് നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വ്യാപകമായി പ്രചരിച്ചു തുടങ്ങുന്ന കാലത്ത് കഴിഞ്ഞ 4-5 വർഷത്തിനകം, ഏറിയാൽ 6 വർഷത്തിനകം ആണ് ഇത്രയധികം മയക്കുമരുന്നുകൾ പ്രചാരത്തിൽ വന്നത്. അതിന്റെ പ്രധാന കാരണം ഈ നോട്ട് നിരോധനത്തിന് ശേഷം ഒരുപാട് യുവാക്കൾ മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് കടന്നു വന്നു. ഈ വ്യാപാരം മുഴുവൻ നടത്തിയത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കാണ്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനേ എനിക്ക് കഴിയുള്ളൂ. അപകടം മനസ്സിലാക്കി ഞാനൊക്കെ എന്റെ ബിസിനസ്സിൽ നിന്ന് പതിയെ പിന്മാറി തുടങ്ങി. അങ്ങനെ വലിയ പരിക്കേൽക്കാതെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. പക്ഷേ ആ മേഖല മൊത്തത്തിൽ തകർത്ത് കളയാൻ ഈ മയക്കുമരുന്ന് വ്യാപാരികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് സത്യസന്ധരായ ബിസിനസ്സുകാരുടെ, വ്യാപാരികളുടെ വയറ്റത്തടിച്ച് പണ്ടാരടങ്ങിപ്പോയത്. ഇതൊന്നും നാട്ടിലെ സംവിധാനങ്ങളോട് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ സ്വയം ഒഴിഞ്ഞു മാറുന്നതായിരിക്കും ബുദ്ധി. അങ്ങനെ ആ മയക്കുമരുന്നിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം പാഴായിപ്പോയി. അതിനാര് സമാധാനം പറയും? സാധാരണക്കാരുടെ നോട്ടത്തിൽ ഇതെല്ലാം ബിസിനസ്സാണ്. എന്ത് കമ്മട്ടമാണെങ്കിലും അത് ബിസിനസ്സാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും മഹാനായ, ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നടത്തുന്ന തട്ടിപ്പുകളെ പറ്റിയിട്ട്, അവരുടെ മാളുകളിൽ യാത്ര ചെയ്താൽ സർവ്വതിനും ഫീസ് കൊടുക്കണം. അത് അയാളുടെ സൗകര്യമാണ്. നിങ്ങൾക്ക് വേണേൽ പോയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണേൽ പോയാൽ മതി എന്നുള്ള ആ മറുവശം നമ്മൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അയാളുടെ തിയേറ്ററിൽ പോയി സിനിമ കാണണമെങ്കിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. അയാളുടെ തിയേറ്ററിനുള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അയാൾക്ക് തോന്നിയതാണ് വില, വേണേൽ കഴിച്ചാൽ മതി എന്നുള്ള നാട്ടിലെ ചില സാധാരണ ചായക്കടക്കാർ പറയുന്ന ഡയലോഗ് തന്നെയാണ്. അപ്പൊ ആ മഹാനായ ആ വ്യാപാരിയും നമ്മുടെ നാട്ടുപുറത്തുള്ള സാധാരണ വ്യാപാരിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ അത്തരം തട്ടിപ്പ് വീരന്മാരെയാണ് നമ്മളുടെ നാട്ടില് മഹാന്മാരായിട്ട് ചിത്രീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തട്ടിപ്പുകാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. മോക്ഷം കിട്ടാൻ, ചെയ്തു പോയ തെറ്റുകൾക്ക് മോക്ഷം കിട്ടാൻ ഏതെങ്കിലും ഇല്ലായ്മക്കാരന്റെ അണ്ണാക്കിലോട്ട് വല്ലതും തള്ളിക്കൊടുക്കും. അത് കണ്ടു കഴിയുന്നുണ്ട് പാടിപ്പുകഴ്ത്താൻ ആൾക്കാർ വരും. പാണന്മാർ ഇങ്ങനെ വാരി എറിഞ്ഞുകൊണ്ടേയിരിക്കും, വായ്ത്താരികൾ. അത് കണ്ട് ആസ്വദിക്കാൻ നമ്മൾ കുറെ ആൾക്കാർ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, നമ്മളുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന, നിർമ്മിച്ച അഥവാ മാനുഫാക്ചർ ചെയ്ത ഏതൊരു ഗുഡ്സിന്റെയും വില 40% താഴെയാണ്. മാക്സിമം പോയാൽ 50%. പക്ഷെ ബാക്കി 50% എന്താണ്? തട്ടിപ്പ് തുകകളാണ്. പരസ്യങ്ങൾക്കും അനാപത്ത ചെലവുകൾക്കുമായി വിനിയോഗിക്കപ്പെടുന്നതാണ്. ഇത്തരം മുടക്കുകളാണ് ഈ പറയുന്ന മഹാന്മാരായ ആമസോണ് അല്ലെ അതുപോലുള്ള കുറെ വലിയ വലിയ കമ്പനികൾ
ജിയോ, റിലയൻസ് ഒക്കെയുള്ള കമ്പനികൾ മാനുഫാക്ചറുമായിട്ട് ബാർഗെയിൻ ചെയ്ത് 38-40% വിലക്കെടുക്കുന്ന സാധനം ഒരു ചെറിയ നേരിയ ഡിസ്കൗണ്ട് കൊടുത്ത് 25-30% ഡിസ്കൗണ്ട് കൊടുത്ത് നമ്മുടെ എണ്ണാക്കിലേക്ക് തള്ളിത്തരുന്ന ഈ ന്യൂജൻ മാളുകൾ. നമുക്കറിയാം, പണ്ട് നമ്മുടെ നാട്ടിലൊരു വ്യാപാരം നടക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ചെറുകിട വ്യാപാരിയുടെ അടുത്ത് സാധനം എത്താൻ മാനുഫാക്ചർ, അതിനുശേഷം സ്റ്റോക്കിസ്റ്റ്, പിന്നെ അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ, പിന്നെ ഏജൻസി, പിന്നെ ഹോൾസെയിലർ, പിന്നെ റിട്ടെയിലർ, ഇങ്ങനെ ഒരുപാട് തട്ടായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഈ തട്ടുകളിലെ എല്ലാം കൂടെ മാർജിൻ ഇന്ന് ഈ ആളുകളുടെ കയ്യിൽ അകപ്പെട്ടു പോവുകയും ഓൺലൈൻ വ്യാപാരികൾ മാനുഫാക്ചറിൽ നിന്ന് വില പേശിയെടുക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ ഒരു നേരിയ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നമ്മളുടെ മുമ്പിലേക്ക് കാണിച്ചു തരികയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ പാടി പുകഴ്ത്തുന്നു. അവരാണ് ലോകോത്തരം, അവരാണ് മാന്യന്മാര്, അവരാണ് ദൈവദൂതന്മാരെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ നമ്മൾ പഠിക്കേണ്ട കുറെ പാഠങ്ങളുണ്ട്. നമ്മളുടെ നാട്ടിൽ MRP എന്ന് പറയുന്ന ഒരു മഹത് വചനം എഴുതപ്പെടുന്നത് മാനുഫാക്ചറിന് തോന്നിയ വില എഴുതാനുള്ള സംവിധാനമാണ്, നിയമ പിൻബലമാണെന്നുള്ളത്. അതിനെ നമ്മുടെ നാട്ടിലാരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് തൽക്കാലം ഈ ബിസിനസ് പഠന ക്ലാസ് രണ്ടാമത്തെ വീഡിയോ ആയതുകൊണ്ട് നമുക്കിത് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ ബാക്കി തരാം. അപ്പൊ ശരി, വാ.